കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 11ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫേം ഹാസ് ഇഷ്യൂഡ് 2 lakh ഷെയർസ് ഓഫ് ₹10 each and has debt of ₹10 lakh at 10% interest. Sale of the firm is 5 lakh units at selling price of ₹8 and variable cost ₹5 per unit. The fixed cost is ₹4 lakh and the tax rate is 40%. Calculate the following at current level of sales and also at 5% increase in sales. EPS അതേപോലെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് EPS ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ EPS അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒക്കെ കാണുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കണം. നമുക്ക് തന്നിട്ടുള്ള സെയിൽസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 5 lakh ആണ്. എക്സിസ്റ്റിംഗ് യൂണിറ്റ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് 5 lakh യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സെയിൽ ഓഫ് ദി ഫേം ഈസ് 5 lakh യൂണിറ്റ്സ്. ഓക്കെ, പക്ഷേങ്കിൽ ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 5% ഇൻക്രീസ് ഇൻ സെയിൽസ് കൂടെ നമ്മൾ കാണണം. ആൻഡ് 5% ഇൻക്രീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെയിൽസിൻ്റെ 5% വർദ്ധിപ്പിക്കുന്നു. അതായത് 5 lakhൻ്റെ 5% വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റഡ് കാണുന്നു. അതായത് 5,25,000 5% എന്ന് പറയുമ്പോൾ 5,00,000 5% 25,000. ഇപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് 5,25,000 വരും. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽസ് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് യൂണിറ്റ്സ് ആണ് തന്നത്. റുപ്പീസിലേക്ക് ₹8 ആണ് പെർ യൂണിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ 5 lakh × 8 കണ്ടു കഴിഞ്ഞാൽ 40 lakh കിട്ടും. 5,25,000 × 8 കണ്ടു കഴിഞ്ഞാൽ 42 lakh എന്ന് നമുക്ക് കിട്ടും. ഈ സെയിൽസ് നമ്മൾ വേരിയബിൾ കോസ്റ്റിനെ കുറക്കുന്നു. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 × 5 lakh 25 lakh വരും. ഇനി അതേപോലെ 5 × 5 lakh 25,000 26 lakh 25,000 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ. അതായത് 15 lakhും അതേപോലെ 15,75,000 കിട്ടും. ഇതിൽ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റിനെ കുറക്കുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് 4 lakh ആണ്. അപ്പോൾ രണ്ടിലും 4 lakh തന്നെ വരും. ഈ 4 lakh ഫിക്സ്ഡ് കോസ്റ്റിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എബിറ്റിൻ്റെ വാല്യൂ കിട്ടും. അതായത് എക്സിസ്റ്റിംഗ് 11 lakhും അതേപോലെ എക്സ്പെക്റ്റഡ് 11,75,000 കിട്ടും. ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റിനെ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് എത്രയാണ്? 10% ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. 10 lakh ആണ് വരുന്നത് എമൗണ്ട്. അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh വരും. ഈ 1 lakhനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് പറയും? EBT എന്ന് പറയും. EBT. ഓക്കെ, EBT എന്ന് പറയും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, EBT. ഓക്കെ, അതായത് EBT ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 10 lakh കിട്ടും. ഇവിടെ 10,75,000 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് ടാക്സിനെ കുറക്കുന്നു. ടാക്സ് 40% ആണ്. അതായത് 10 lakhൻ്റെ 40% പറയുന്നത് 4 lakh വരും. 10,75,000 40% 4,30,000 വരും. ഇതിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ PAT എന്ന് പറയും. അതായത് 6 lakh കിട്ടും. ഇവിടെ 6,45,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EPS ആയിരുന്നു. EPS കാണാൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് PAT എത്രയാണ് നമുക്ക് കിട്ടിയത്? 6 lakh ആണ് എക്സിസ്റ്റിംഗ് ലെവൽ. അതിൽ ഡിവൈഡഡ് ബൈ നമ്മുടെ നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 2 lakh ആണ്. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും എക്സിസ്റ്റിംഗ് ലെവൽ വെച്ചുകൊണ്ട് എന്ത്? EPS. ഇനി എക്സ്പെക്റ്റഡ് EPS എന്ന് പറയുന്നത് 6,45,000 ആയിരുന്നു നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത്. ആ 6,45,000 ഡിവൈഡ് ബൈ 2 lakh നമ്പർ ഓഫ് ഷെയർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3.225 എന്ന് കിട്ടും. ഇതാണ് എന്ത്? എക്സ്പെക്റ്റഡ് ലെവലിലെ ബേസ് ചെയ്തുകൊണ്ട് EPS വരുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ടാമത് ചോദിച്ചത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആയിരുന്നു. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്താൻ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? എക്സിസ്റ്റിംഗ് ലെവൽ വെച്ചുകൊണ്ട് EBIT ഡിവൈഡ് ബൈ PBT, അതായത് EBT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 11 lakh ഡിവൈഡ് ബൈ 10 lakh 1.1 എന്ന് കിട്ടും.
ഇനി എക്സ്പെക്റ്റഡ് ലെവൽ നോക്കുമ്പോൾ 11,75,000 ഡിവൈഡ് ബൈ 10,75,000 ആണ് PBT വരുന്നത്. അപ്പോൾ 1.09 എന്ന് ആൻസർ കിട്ടും. ഇനി നമ്മൾ മൂന്നാമത് കാണേണ്ടത് എന്തായിരുന്നു? മൂന്നാമത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. എക്സിസ്റ്റിംഗ് ലെവൽ വെച്ചുകൊണ്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റി, അതായത് 15 lakh ഡിവൈഡ് ബൈ 11 lakh. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15 lakh ആയിരുന്നു. ഡിവൈഡ് ബൈ 11 lakh കണ്ടു കഴിഞ്ഞാൽ 1.36 എന്ന് കിട്ടും. ഇതാണ് എക്സിസ്റ്റിംഗ് ലെവൽ വെച്ചുകൊണ്ട് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇനി എക്സ്പെക്റ്റഡ് ലെവൽ വെച്ചുകൊണ്ട് 15,75,000 ആണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയത്. ഡിവൈഡ് ബൈ 11 lakh കാണുന്നു. അപ്പോൾ 1.34 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്